ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസ് ആണ്, പാർട്ട് 2 ടെക്സ്റ്റ് ബുക്ക്. അതിൽ 10ാമത്തെ ചാപ്റ്റർ ത്രൂ ദി ഓഷ്യൻസ് എന്നുള്ള 10th ചാപ്റ്റർ ആണ് നമ്മളിന്ന് നോക്കുന്നത്. മുഴുവൻ ലെസൺ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാഠത്തിൻ്റെ ലെസണിൻ്റെ കംപ്ലീറ്റ് എക്സ്പ്ലനേഷൻ, അതിൽ വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ്, എക്സസൈസ്, അതുപോലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ആൻസേഴ്സ്, അങ്ങനെ എല്ലാം നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം. ത്രൂ ദ ഓഷ്യൻസ്, ക്ലാസ് 6 ആണ്, ചാപ്റ്റർ 10. ത്രൂ ദ ഓഷ്യൻസിൽ ആദ്യം തന്നെ വയലും പുഴയും കടന്നു പോകാം, കടലിൽ പകർന്നു പോകാം, പഴയ കാലത്തും കൊളംബസ് പോയപ്പോൾ പുതിയ ലോകങ്ങൾ തിരഞ്ഞു പോകാം, നമ്മൾ പുതുവാന വട്ടങ്ങൾ തേടിപ്പോകാം. വെള്ളപ്പൊക്കം, NV കൃഷ്ണവാര്യർ. അപ്പോൾ ഇതെന്താ പറയുന്നത്? ആരാ കൊളംബസ്? കൊളംബസ് ആരാണ്? അമേരിക്ക കണ്ടുപിടിച്ചത് കൊളംബസ് ആണ്, നമ്മൾ എപ്പോഴും പഠിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അമേരിക്ക എന്ന് പറയുന്ന ഒരു ഭൂഖണ്ഡം ഉണ്ട് എന്നുള്ളത് ആദ്യമായി എക്സ്പ്ലോർ ചെയ്ത ആളാണ്. അതായത് ഉണ്ടാക്കി കണ്ടുപിടിക്കുന്ന അല്ലാട്ടോ, ഉള്ള ഒരു സ്ഥലം ഇദ്ദേഹം ഒരു യാത്ര നടത്തുന്നതിനിടയിൽ അവിടെ പോയി പെടാനിടയാവുകയും ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് അറിയാനും ഇടയായി. അങ്ങനെയാണ് ആ ഒരു സ്ഥലം അദ്ദേഹം എക്സ്പ്ലോർ ചെയ്യുന്നത്. കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചു എന്ന് ആ ഒരു ടേം അവിടെ നിന്നാണ് വന്നത് കേട്ടോ. So, you might have heard about adventure seafarers like Columbus. Their voyages through the oceans and exploring new worlds have found a place in history. Shall we set out on a journey to know more about the oceans? So, അദ്ദേഹത്തെ പോലെ ഒരുപാട് ആളുകൾ ചരിത്രത്തിലുണ്ട്, ഇതുപോലെ ഓരോ സ്ഥലങ്ങൾ തേടിപ്പോയതും. നമ്മൾ ഈ വാസ്കോഡ ഗാമ കാപ്പാട് കടപ്പുറത്ത് വന്നിറങ്ങി എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അങ്ങനെ അപ്പോൾ അതുപോലെ തന്നെയാണ് കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കൊളംബസിൻ്റെ കേസ് പോലെ നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് ഓഷ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ എന്താണ് ആദ്യം അവർ പറയുന്നത്? വാട്ടർ ഈസ് വൺ ഓഫ് ദ മേജർ കമ്പോണൻസ് ദാറ്റ് റിട്ടൈൻസ് ലൈഫ് ഓൺ ദ എർത്ത്. 71% ഓഫ് എർത്ത് സർഫസ് ഈസ് കവേർഡ് വിത്ത് വാട്ടർ. അപ്പോൾ ഇവിടെ വേണ്ട പോയിന്റുകൾ ഞാൻ ആദ്യം പറയാം. 71% എർത്തിൻ്റെ സർഫസ് വെള്ളമാണ്. അതുപോലെ തന്നെ അതിൽ ഓഷ്യൻ ഉണ്ട്, ബാക്ക് വാട്ടേഴ്സ്, ലേക്ക്, റിവേഴ്സ്, സ്ട്രീം, സ്പ്രിംഗ്, റിസർവോയേഴ്സ് ആൻഡ് വെൽസ്, ഇങ്ങനെ ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് വാട്ടർ ഉണ്ട്. ഓക്കെ, ഇതിൽ തന്നെ നമുക്ക് സർഫസ് വാട്ടർ സോഴ്സസും ഉണ്ട്, അതുപോലെ അണ്ടർഗ്രൗണ്ട് വാട്ടർ സോഴ്സസും ഉണ്ട്. അതായത് മുകളിൽ കാണുന്നതും ഭൂമിയുടെ അടിയിലുള്ള സോഴ്സും കേട്ടോ. വൈൽ സർഫസ് വാട്ടർ സോഴ്സസ് ആർ ഫൗണ്ട് സർഫസ് ഓഫ് ദ എർത്തിൽ കാണും. അണ്ടർഗ്രൗണ്ട് സോഴ്സസ് ബെനീത്ത് ദ സർഫസ്, ഇൻസൈഡ് ദി എർത്തിലാണ് കാണുക. അടുത്ത കംപ്ലീറ്റ് കൺസെപ്റ്റ് മാപ്പ് നോക്കൂ. വെൽ, ലേക്ക്, സ്പ്രിങ്, ബോർവെൽ, റിവർ, ഓഷ്യൻ. ഇതിൽ തന്നെ നമുക്കിതിനെ സർഫസും അതുപോലെ തന്നെ അണ്ടർഗ്രൗണ്ടുമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. നമുക്ക് നോക്കാം. ആദ്യം തന്നെ സർഫസ് വാട്ടർ സോഴ്സസ് ഏതൊക്കെയാണ്? റിവർ ഉണ്ട്, ലേക്ക്, ഓഷ്യൻ. ഭൂമിയുടെ പുറത്ത് നമുക്ക് കാണാൻ കഴിയും അല്ലേ. അണ്ടർഗ്രൗണ്ട് വാട്ടർ സോഴ്സസ് ഏതൊക്കെയാണ്? സ്പ്രിങ്, വെല്ല്, ബോർവെൽ. അടുത്തത്, വാട്ട് ആർ ദ വാട്ടർ സോഴ്സസ് ദാറ്റ് വി യൂസ് ഫോർ അവർ ഡെയിലി നീഡ്സ്. നമ്മൾ ഡെയിലി നീഡ്സിന് എവിടെ നിന്നൊക്കെയാണ് വെള്ളം യൂസ് ചെയ്യുക എന്നുള്ളതാണ്. സ്പ്രിങ്, റിവർ, വെല്ല്, ബോർവെൽ എന്നൊക്കെ ഉള്ളത് നമ്മൾ ഡെയിലി നീഡ്സിനും യൂസ് ചെയ്യുന്ന വെള്ളം തന്നെയാണ്. ബോർവെൽസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയിൽ അടിയിലുള്ള പല വീടുകളിലും ഇപ്പോൾ കിണറിന് പകരം കുഴൽ കിണറാണ് കേട്ടോ. അതാണ് ഇവിടെ യൂസ് ചെയ്യണമെന്ന് എഴുതിയിരിക്കുന്നത്. ഇതല്ലാതെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും എഴുതാം. ഡാം, റിസർവോയർ എന്നൊക്കെ വേണമെങ്കിൽ എഴുതാം കേട്ടോ. ഡാമിൽ നിന്നുള്ള വെള്ളമൊക്കെയാണ് പലരും നമ്മുടെ ടാപ്പിൽ കൂടെയൊക്കെ കിട്ടുന്നത്. ഡാമിൽ നിന്ന് വെള്ളമായിരിക്കും മോസ്റ്റ്ലി, ഇപ്പോൾ അങ്ങനെയും എഴുതാം. ഇൻ സ്പൈറ്റ് ഓഫ് കണ്ടിന്യൂസ് യൂസേജ് ബൈ ലിവിങ് ബീങ്സ്, വൈ ഡസൻ ദ വാട്ടർ റൺ ഔട്ട്? ആസ് എ റിസൾട്ട്, അപ്പോൾ നമ്മൾ ഇത്രയും ഉപയോഗിച്ചിട്ടും വെള്ളം എന്തുകൊണ്ട് തീർന്നു പോകുന്നില്ല? ആസ് എ റിസൾട്ട് ഓഫ് സർക്കുലേഷൻ ഓഫ് വാട്ടർ, അതായത് വെള്ളത്തിൻ്റെ ഒരു സർക്കുലേഷൻ ഇവിടെ നടക്കുന്നുണ്ട്. വാട്ടർ സൈക്കിൾ ഇൻ ദ ഹൈഡ്രോസ്ഫിയർ, വാട്ടർ ഇൻ ദ വാട്ടർ സോഴ്സസ് ഡു നോട്ട് ഗെറ്റ് ഡിപ്ലീറ്റഡ് ഡെസ്പൈറ്റ് ഇറ്റ്സ് യൂസ്. അപ്പോൾ എത്ര ഉപയോഗിച്ചാലും അതിങ്ങനെ കറങ്ങി നിൽക്കുകയാണ് ഒരു വാട്ടർ സൈക്കിൾ. അതുകൊണ്ട് വെള്ളം തീരുന്നില്ല കേട്ടോ. നെക്സ്റ്റ് ഹൈഡ്രോസ്ഫിയർ ആണ്. ഹൈഡ്രോസ്ഫിയർ ഇസ് എ ടോട്ടൽ മാസ് ഓഫ് വാട്ടർ ഫൗണ്ട് ഇൻ ദ എർത്ത് സർഫസ്, ഇന്റീരിയർ ആൻഡ് അറ്റ്മോസ്ഫിയർ ഇൻ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാഷിയസ് സ്റ്റേറ്റ്. അപ്പോൾ സോളിഡ് സ്റ്റേറ്റിലും ലിക്വിഡ് സ്റ്റേറ്റിലും ഗ്യാഷിയസ് സ്റ്റേറ്റിലും എന്ത് ചെയ്യുന്നുണ്ട്? ഭൂമിയിൽ വെള്ളം കാണപ്പെടുന്നുണ്ട്. ഇതാണ് വാട്ടർ സൈക്കിള്. വാട്ടർ സൈക്കിളിൽ കണ്ടിന്യൂസ് സർക്കുലേഷൻ ഓഫ് വാട്ടറാണ് നടക്കുന്നത്. നമുക്കറിയാം, ആദ്യം തന്നെ നമ്മുടെ ഇവിടെയുള്ള വെള്ളം ഇപ്പോൾ റിവറായിട്ടോ എങ്ങനെ ആയിക്കോട്ടെ, ആ വെള്ളം നീരാവിയായിട്ട് മേലോട്ട് പോകുന്നു.
മേലേക്ക് പോയ നീരാവി ആയിട്ടുള്ള വെള്ളം അവിടെ വെച്ച് തണുത്തുറയുന്നു, അതിനുശേഷം എഗൈൻ മഴയായി പെയ്യുന്നു. ഇതാണ് നടക്കുക അല്ലേ. അപ്പോൾ നമുക്കിത് ഇവിടെ കാണിക്കുന്ന ചിത്രത്തിൽ നിങ്ങൾ നോക്കൂ. ആദ്യം ഓഷ്യൻ വാട്ടർ, അപ്പോൾ ഈ കടലിലുള്ള സമുദ്രത്തിലുള്ള വെള്ളം ചൂട് പിടിക്കുമ്പോൾ നീരാവിയായിട്ട് മേലേക്ക് പോയി, മേലെ പോയി അവിടെ വെച്ച് അത് തണുത്തുറഞ്ഞ് മേഘങ്ങളാകുന്നു. മേഘങ്ങൾ പിന്നീട് എന്തായി പെയ്യും? മഴയായിട്ട് പെയ്യുന്നു. ഇതാണ് സംഭവിക്കുക. വീണ്ടും അത് നദിയിലേക്ക് വരുന്നു, നദിയിൽ നിന്ന് സമുദ്രത്തിലേക്ക് അല്ലെങ്കിൽ അവിടെ നിന്ന് ചൂട് പിടിച്ച് മേലേക്ക് പോകുന്നു. ഇത് തന്നെയാണ് വാട്ടർ സൈക്കിളിൽ നടക്കുക. സോ ഇവാപ്പറേഷൻ, കണ്ടൻസേഷൻ, പ്രസിപ്പിറ്റേഷൻ എന്താണെന്ന് വായിക്കണം നിങ്ങൾ. ഇവാപ്പറേഷൻ എന്ന് പറയുന്നത് പ്രോസസ് ബൈ വിച്ച് ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറുന്ന പ്രോസസ്സാണ് ഇവാപ്പറേഷൻ, നീരാവിയായിട്ട് മാറുന്നത്. കണ്ടൻസേഷൻ ഈ വാട്ടർ വേപ്പർ, ഈ നീരാവി വീണ്ടും തണുത്ത് കൂളാവുന്നതാണ് കണ്ടൻസേഷൻ. പ്രസിപ്പിറ്റേഷൻ എന്താണ്? ആ കൂളായ മേഘങ്ങൾ എന്തായി പെയ്യും? മഴയായി പെയ്യുന്നതാണ് പ്രസിപ്പിറ്റേഷൻ. The different sources of water on the earth turns into vapor through evaporation. Vapor thus formed becomes clouds through condensation. In addition to clouds, fog and dew are other forms of condensation. Water droplets from the clouds reach the earth through precipitation. Rain, snowfall and hailstones are different forms of precipitation. അടുത്തത്, അപ്പം നമ്മുടെ ഈ ഹൈഡ്രോസ്ഫിയർ, വാട്ടർ ഇൻ ദ ഹൈഡ്രോസ്ഫിയർ മൂവിങ് സൈക്ലിക്കലി ത്രൂ ദി പ്രോസസ് ഓഫ് ഇവാപ്പറേഷൻ, കണ്ടൻസേഷൻ ആൻഡ് പ്രസിപ്പിറ്റേഷൻ. ഈ 3 പ്രോസസ്സിലൂടെയാണ് വാട്ടർ സൈക്കിൾ കടന്നു പോവുക. ഇനി അടുത്തത് ഈ ഇലസ്ട്രേഷൻ ശ്രദ്ധിക്കൂ. നമ്മുടെ ആകെക്കൂടെ 100% വെള്ളം നമ്മളെപ്പോഴും പെർസെൻറ്റേജ് 100ലാണ് പറയുക കേട്ടോ. അപ്പോൾ ഈ 100ൽ ടോട്ടൽ 100% എടുക്കുകയാണെങ്കിൽ അതിൽ 97% ഓഷ്യൻ വാട്ടറും ബാക്കി ഉപ്പുവെള്ളവുമാണ് ഉള്ളത് കേട്ടോ. അതായത് ഓഷ്യൻ വാട്ടർ പറഞ്ഞാൽ ഉപ്പുവെള്ളമാണ്, സലൈനിറ്റി ഉള്ള വെള്ളം തന്നെയാണ്, ഉപ്പുരസമായിരിക്കും. അപ്പോൾ ആ ഓഷ്യൻ വാട്ടറും സലൈൻ വാട്ടറും ആണ് ഈ 97%. ബാക്കി നമുക്ക് കുടിക്കാൻ ഉപയോഗിക്കുന്ന നല്ല വെള്ളം ആകെ കൂടെ ഭൂമിയിൽ 3% മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഈ 3% വെള്ളം എവിടേക്കാണെന്നറിയോ? വാട്ടർ ഇൻ ഐസ് ഷീറ്റ് ആൻഡ് ഗ്ലേസിയേഴ്സ്, അണ്ടർഗ്രൗണ്ട് വാട്ടർ, സർഫസ് വാട്ടർ, അതർ സോഴ്സസ്. ഇങ്ങനെയാണ് ഈ 3% കിടക്കുന്നത്. സോ നമുക്കതിൽ 97% എന്താ? സലൈൻ വാട്ടർ ആണ്. 3% ഓഫ് ടോട്ടൽ മാത്രമേ ഫ്രഷ് വാട്ടർ ഉള്ളൂ കേട്ടോ. മേജർ ക്വാണ്ടിറ്റി ഫ്രഷ് വാട്ടറിൻ്റെ ഒരു വലിയൊരു പങ്ക് എവിടെ കിടക്കുന്നതെന്ന് അറിയോ? ഗ്ലേസിയേഴ്സിലാണ്, മഞ്ഞുമലകളിലാണ്. So, oceans plays a vital role in regulating the weather and supporting habitats. It also provides resources essential for human life. അപ്പോൾ ഓഷ്യൻസിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഓഷ്യൻസ് ആണ് നമ്മുടെ ഭൂമിയിലെ ഈ ജീവൻ നിലനിർത്തുന്നതിന് വലിയൊരു പങ്ക് വഹിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഓഷ്യൻസിനെ കുറിച്ച് നോക്കാം. ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ഓഷ്യൻസ് എന്താണെന്നുള്ളതാണ്. ഓഷ്യൻസ് ആർ വാസ്റ്റ് വാട്ടർ ബോഡീസ് ദാറ്റ് ആർ സിറ്റുവേറ്റഡ് എമംഗ് കോണ്ടിനെൻറ്റ്സ്. അപ്പോൾ ഈ ഭൂഖണ്ഡങ്ങൾക്കിടയിൽ, കോണ്ടിനെൻറ്റ്സിൻ്റെ ഇടയിലാണ് നമുക്ക് ഈ ഓഷ്യൻസ് കാണാൻ പറ്റുക. സീസ് ആൻഡ് ബേസ് ആർ പാർട്സ് ഓഫ് ഓഷ്യൻസ്. സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ഓഷ്യൻ. അപ്പോൾ ഓഷ്യൻസിനെ കുറിച്ചുള്ള സയൻറ്റിഫിക് സ്റ്റഡീനെ പറയുന്ന പേരെന്താ? ഓഷ്യാനോഗ്രഫി. ഓഷ്യാനോഗ്രഫി നമ്മളെ എന്തിനു സഹായിക്കും? ഈ ഓഷ്യൻസിലെ വാട്ടറിനെ കുറിച്ച് പഠിക്കാനൊക്കെ സഹായിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച്, ഓഷ്യൻ പൊല്യൂഷൻ, ഡിപ്ലീഷൻ, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് കൂടുതലായിട്ട് ഈ പഠനങ്ങൾ സഹായിക്കും. വേൾഡ് ഓഷ്യൻ ഡേ ജൂൺ 8-നാണ്. ഇനി എന്താണ് കടൽ, ബേ, സ്ട്രെയിറ്റ് നോക്കാം. സി എന്താ? എ പാർട്ട് ഓഫ് ഓഷ്യൻ ദാറ്റ് ഇസ് പാർഷ്യലി സറൗണ്ടഡ് ബൈ ലാൻഡ് ഈസ് കോൾഡ് എ സീ. ഇതൊക്കെ സീ ആണ്. ഫുള്ളായിട്ട് ലാൻഡ് കവേർഡ് ആയിരിക്കില്ല, പകുതി മാത്രമായിരിക്കും ലാൻഡ് കവർ. അറേബ്യൻ സീ എക്സാമ്പിൾ. ബേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉൾക്കടലാണ് കേട്ടോ. എ ബേ ഈസ് എ പാർട്ട് ഓഫ് ദ ഓഷ്യൻ ദാറ്റ് എക്സ്റ്റെൻഡ്സ് ഇൻ ടു ദ ലാൻഡ്. അപ്പോൾ ലാൻഡിലേക്ക് കയറി കിടക്കുന്നുണ്ട്, അതിന് ഉള്ളിലോട്ട് കയറുന്നുണ്ട്. ബേ ഓഫ് ബംഗാളൊക്കെ അങ്ങനെ കയറി കിടക്കുന്നതാണ് നമ്മുടെ ബേ എന്ന് പറഞ്ഞാൽ. ഇനി അടുത്ത് സ്ട്രെയിറ്റ് ആണ്. സ്ട്രെയിറ്റ് പറഞ്ഞാൽ കടലിടുക്ക് എന്നാണ് പറയുക. എ സ്ട്രെയിറ്റ് ഈസ് എ നാരോ സ്ട്രിപ്പ് ഓഫ് വാട്ടർ ദാറ്റ് കണക്ട്സ് ടു സീസ് ഓർ ഓഷ്യൻസ് ആൻഡ് ഇസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ലാൻഡ് ഏരിയാസ്. 2 കടലുകളെയോ 2 സമുദ്രങ്ങളെയോ കണക്ട് ചെയ്യുന്ന ഒരു നാരോ ആയിട്ടുള്ള സ്ട്രിപ്പ് ആയിരിക്കും, സ്ട്രിപ്പ് ഓഫ് വാട്ടർ ആണ് പാക് കടലിടുക്ക്. പാക് സ്ട്രെയിറ്റ് ആണ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. അടുത്ത് നമുക്ക് വേൾഡ് മാപ്പ് തന്നിട്ടുണ്ട്. വേൾഡ് മാപ്പിൽ ഏതൊക്കെയാണ് ഓഷ്യൻസ്? പസഫിക് ഓഷ്യൻ, അറ്റ്ലാന്റിക് ഓഷ്യൻ, ഇന്ത്യൻ ഓഷ്യൻ, സദേൺ ഓഷ്യൻ, ആർട്ടിക് ഓഷ്യൻ. ഈ 3 ഓഷ്യൻസ് ആണ് നമുക്കുള്ളത്. അതാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കാകെ 5 ഓഷ്യനുകളുണ്ട്. 5 ഓഷ്യനുകളെ കുറിച്ചാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക്
ഇവിടെ ഒരു ന്യൂസ് തന്നിട്ടുണ്ട്. പോയിന്റ് നിമോനെ കുറിച്ചിട്ടുള്ളതാണ് ന്യൂസ്. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഹാവ് യു ഹേർഡ് ഓഫ് പാർട്ട് ഓഫ് ദ ഓഷ്യൻ പോയിന്റ് നിമോ? പോയിന്റ് നിമോ ഈസ് ദ ഫാർദസ്റ്റ് പോയിന്റ് ഓൺ ഓഷ്യൻ ഫ്രം ദ ലാൻഡ്. അപ്പോൾ ഭൂമിയിൽ നിന്ന് ഏറ്റവും ഫാർദസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു പോയിന്റാണ്, ഓഷ്യനിലാണ് പോയിന്റ് നിമോ. ഈ പോയിന്റിൽ നിന്ന് ഫ്രം ദിസ് പോയിന്റ് വൺ ഹാസ് ടു ട്രാവൽ മോർ ദാൻ 2000 കിലോമീറ്റേഴ്സ് ടു റീച്ച് ദ നിയറസ്റ്റ് പോയിന്റ് ഓൺ ലാൻഡ്. പോയിന്റ് നെമോ ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ പസഫിക് ഓഷ്യൻ. സോ അടുത്ത് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് പസഫിക് ഓഷ്യൻ്റെ ചിത്രമാണ്. ദ പസഫിക് ഓഷ്യൻ ഇസ് ദ ലാർജസ്റ്റ് ആൻഡ് ഡീപ്പസ്റ്റ് ഓഷ്യൻ. ഏറ്റവും ലാർജസ്റ്റ് ആൻഡ് ഡീപ്പസ്റ്റ് ഓഷ്യൻ ആണ്. എബൌട്ട് 1/3 ഓഫ് ദ എർത്ത് ഇസ് കവേർഡ് ബൈ ദിസ് ഓഷ്യൻ. ഭൂമിയുടെ 1/3 ഭാഗവും ഈ ഒരു സമുദ്രത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ പേര് പസഫിക് ഓഷ്യന് പസഫിക് എന്ന പേര് കൊടുത്തത് ഫെർഡിനാൻഡ് മെഗല്ലൻ ആണ്. ഓക്കെ, അദ്ദേഹം ഇതിനെ മാർ പസഫിക്കോ എന്ന് വിളിച്ചു. അതിൻ്റെ അർത്ഥം പീസ്, സമാധാനം എന്നുള്ളതായിരുന്നു കേട്ടോ. അറ്റ്ലാന്റിക് ഓഷ്യനേക്കാളും ശാന്തമായതാണ് പസഫിക് ഓഷ്യൻ. ശാന്ത സമുദ്രം എന്നാണ് മലയാളത്തിൽ പസഫിക് ഓഷ്യനെ പറയാം കേട്ടോ. ശാന്ത സമുദ്രം എന്നൊരു പേരും കൂടി ഉണ്ട്. സോ നെക്സ്റ്റ് നമുക്ക് നോക്കാം പസഫിക് ഓഷ്യൻ്റെ ലാർജസ്റ്റ് നമ്പർ ഓഫ് ഐലൻഡ്സ് ഇൻ ദിസ് ഓഷ്യൻ. ഏറ്റവും കൂടുതൽ ഐലൻഡുകൾ കാണപ്പെടുന്നത് പസഫിക് ഓഷ്യനിലാണ്. ഫിലിപ്പൈൻസ്, ജപ്പാൻ, ഹവായി ആൻഡ് ന്യൂസിലാൻഡ് ഒക്കെ മേജർ ഐലൻഡ്സ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന പസഫിക് ഓഷ്യനിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം എന്ന് പറയുന്നത് ചലഞ്ചർ ഡീപ്പാണ്, മറിയാന ട്രെഞ്ച്. മറിയാന ട്രെഞ്ചിലെ ചലഞ്ചർ ഗർത്തം, ചലഞ്ചർ ഡീപ്പാണ് ഏറ്റവും ആഴം കൂടിയ ഭാഗം. എവിടത്തെ? ഭൂമിയിലെ തന്നെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ്. ഡീപ്പസ്റ്റ് പോയിന്റ് ഓൺ ദ എർത്ത് മറിയാന ട്രെഞ്ച് ആണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ കുറേ ട്രെഞ്ചസും ആക്റ്റീവ് വോൾക്കാനസും ഒക്കെ അഗ്നിപർവ്വതങ്ങളും എല്ലാം ഈ ഒരു സമുദ്രത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമുക്ക് ഈ ലിസ്റ്റ് ചെയ്യാം. ഈ ഷീറ്റ് എക്സസൈസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. മേജർ ഐലൻഡുകളാണ് ഫിലിപ്പൈൻസ്, ജപ്പാൻ, ഹവായി, ന്യൂസിലാൻഡ്. ഡീപ്പസ്റ്റ് പോയിന്റ് ചലഞ്ചർ ഡീപ്പ് ഇൻ മറിയാന ട്രെഞ്ച്. കോണ്ടിനെന്റ്സ് ബോർഡറിംഗ് ദ ഓഷ്യൻ. ഈ ഒരു സമുദ്രത്തിന് ചുറ്റിയുള്ള ഭൂഖണ്ഡങ്ങളാണ്, കോണ്ടിനെന്റ്സ് ആണ്. നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, ഏഷ്യ, ഓസ്ട്രേലിയ. നെക്സ്റ്റ് വരുന്നത് അറ്റ്ലാന്റിക് ഓഷ്യൻ ആണ്. അറ്റ്ലാന്റിക് ഓഷ്യൻ ആണ് ഈ കാണുന്നത്. എസ് ഷേപ്പിലുള്ള ഒരു സമുദ്രമാണ് കേട്ടോ. ഈ ഷേപ്പ് കണ്ടോ അറ്റ്ലാന്റിക് ഓഷ്യൻ്റെ? നോക്കാം. സെക്കൻഡ് ലാർജസ്റ്റ് ഓഷ്യൻ ആണ്. ഫസ്റ്റ് പസഫിക്കും സെക്കൻഡ് അറ്റ്ലാന്റിക്കും ആണ് കേട്ടോ. ഇറ്റ് അപ്പിയേഴ്സ് ലൈക്ക് ദ ലെറ്റർ എസ് ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്. എസ് ഷേപ്പിലാണ്. busiest sea route in the world is situated in the Atlantic Ocean. Oceanic ridge is called Mid-Atlantic Ridge, is situated in the middle of the ocean, another feature of Atlantic. Then Milwaukee Deep in the Puerto Rico Trench is the deepest point. അപ്പോൾ മിൽവോക്കി ഡീപ്പ് ആ ഒരു ഗർത്തമുണ്ട് അവിടെ പ്യൂട്ടോറിക്ക ട്രെഞ്ചിലെ. മിൽവോക്കി ഡീപ്പാണ് ഏറ്റവും ആഴം കൂടിയ ഭാഗം. പിന്നെ അവിടുത്തെ ദ്വീപുകൾ, ഐലൻഡുകളാണ് ന്യൂ ഫൗണ്ടൻ ലാൻഡും ഐസ്ലാൻഡും. സം ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഐലൻഡ്സ് ഇൻ ദ അറ്റ്ലാന്റിക് ഓഷ്യൻ. അപ്പോൾ നെയിം അറ്റ്ലാന്റിക് ഓഷ്യൻ തന്നെയാണ്. നാച്ചുറൽ ബോർഡർ എന്താ? നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, യൂറോപ്പ് ആൻഡ് ആഫ്രിക്ക ഈസ്റ്റ്, സൗത്തിൽ അന്റാർട്ടിക്ക, നോർത്തിൽ ആർട്ടിക് ഓഷ്യൻ ആണ് ബോർഡർ ചെയ്യുന്നത്. പിന്നെ മേജർ ഐലൻഡ് നമ്മൾ അവിടെ പറഞ്ഞത് ന്യൂ ഫൗണ്ടൻ ലാൻഡ് എഴുതണം കേട്ടോ. അത് ഇതിൽ എഴുതിയിട്ടില്ല. ന്യൂ ഫൗണ്ടൻ ലാൻഡും അതുപോലെ തന്നെ വേറെ ഏതായിരുന്നു നമ്മൾ പറഞ്ഞത്? ന്യൂ ഫൗണ്ട്ലാൻഡും ഐസ്ലാൻഡും വരുന്നുണ്ട്. ഐസ്ലാൻഡ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ബാക്കിയുള്ള ഐലൻഡൊക്കെ അവിടെ ഉള്ളത് തന്നെയാണ്. ഡീപ്പസ്റ്റ് പോയിന്റ് മിൽവോക്കി ഡീപ്പ് ഇൻ ദ പ്യൂട്ടോറിക്ക ട്രെഞ്ച് ആണ്. അടുത്തത് നമുക്ക് വിഴിഞ്ഞം ഇന്റർനാഷണൽ ഹാർബർ ഓൺ ദ വിങ്സ് ഓഫ് ഡെവലപ്മെന്റ്. വിഴിഞ്ഞം സ്ക്രിപ്റ്റ്സ് എ ന്യൂ ഹിസ്റ്ററി. വിഴിഞ്ഞത്തിനെ കുറിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ യു ഹാവ് റീഡ് ദി ന്യൂസ് ഹെഡ്ലൈൻസ് ഹാവൻറ്റ് യു? വിച്ച് ഇസ് ദ ഓഷ്യൻ ബോർഡറിംഗ് ദിസ് പോർട്ട്? അപ്പോൾ ഏതാണ് ഓഷ്യൻ? ഇന്ത്യൻ ഓഷ്യൻ ആണ്. ഒരു രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരേ ഒരു സമുദ്രം, ഒരു ഓഷ്യനാണിത്. ഇന്ത്യൻ ഓഷ്യൻ ഇസ് ദ ഓൺലി ഓഷ്യൻ നെയിംഡ് ആഫ്റ്റർ എ കൺട്രി. തേർഡ് ലാർജസ്റ്റ് ഓഷ്യൻ ഇൻ ദ വേൾഡ് ആണ് കേട്ടോ. സോ ഇവിടെ ഇന്ത്യൻ ഓഷ്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം ബേ ഓഫ് ബംഗാളും അറേബ്യൻ സീയും ഈ ഇന്ത്യൻ ഓഷ്യൻ്റെ ഭാഗമാണ്. അതുപോലെ ജാവ ട്രെഞ്ചാണ് ഏറ്റവും ഡീപ്പസ്റ്റ് പാർട്ട്. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡുകൾ, ലക്ഷദ്വീപ്, മാൽദീവ്സ്, ശ്രീലങ്കയൊക്കെയാണ് മേജർ ഐലൻഡ്സ്. മലാക്ക സ്ട്രെയിറ്റ് ആണ് ഇന്ത്യൻ ഓഷ്യനെയും പസഫിക് ഓഷ്യനെയും കണക്ട് ചെയ്യണ ഒരു സ്ട്രെയിറ്റ് വരുന്നത്, മലാക്ക സ്ട്രെയിറ്റ് കേട്ടോ. സോ നെക്സ്റ്റ് സദേൺ ഓഷ്യൻ ആണ്. ഫൈൻഡ് ദ ഓഷ്യൻ സറൗണ്ടഡ് അന്റാർട്ടിക്ക. അന്റാർട്ടിക്കയെ സറൗണ്ട് ചെയ്ത് കിടക്കുന്ന നമ്മൾക്ക് നോക്കാം സദേൺ ഓഷ്യൻ എന്താണെന്ന് ആദ്യം.
Southern Ocean surrounds Antarctica to almost 60 degrees south latitude, and this ocean shares its borders with all the oceans except the Arctic Ocean. The Southern Ocean is fourth in position with regard to its size. Dalaman and Heard are some of the islands in this ocean. The Factorian Deep in the South Sandwich Trench is the deepest point. സോ ഇവിടുത്തെ ഐലൻഡുകളുടെ പേര് നോക്കൂ. നാലാമതാണ് സൈസിൽ. ഡോളമാൻ ആൻഡ് ഹേർഡ് ആണ് ഐലൻഡ്. ഏറ്റവും ആഴം കൂടിയ ഭാഗം ഫാക്ടോറിയൻ ഡീപ്പ് ഇൻ ദ സൗത്ത് സാൻഡ്വിച്ച് ട്രെഞ്ച്. അടുത്തതാണ് ആർട്ടിക് ഓഷ്യൻ. ആർട്ടിക് ഓഷ്യൻ എന്ന് പറയുന്നത് ആർട്ടിക് സർക്കിളിലാണ്, നോർത്ത് പോളിലാണ് കേട്ടോ. ആൻഡ് ദിസ് ഇസ് ദ സ്മോളസ്റ്റ് ആൻഡ് ഷാലോവസ്റ്റ് ഓഷ്യൻ. ഈ ഏരിയ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഫ്രോസൺ ആയിരിക്കും ത്രൂ ഔട്ട് ദി ഇയർ. ഒരു വർഷം മുഴുവൻ മഞ്ഞുമൂടി കിടക്കുന്ന ഒരു ഭാഗമാണ്. ഇവിടുത്തെ ഡീപ്പസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് മോളോയി ഡീപ്പാണ്. ആർട്ടിക് ഓഷ്യൻ ഇസ് ദ നോർത്തേൺ മോസ്റ്റ് ബോർഡർ ഓഫ് ഏഷ്യ, യൂറോപ്പ് ആൻഡ് നോർത്ത് അമേരിക്ക. ഇനി നമുക്ക് ഇതൊന്ന് ഫില്ല് ചെയ്യാം. ഇതുപോലെയാണ് നിങ്ങളിത് ഫില്ല് ചെയ്യേണ്ടത്. സൈസ് ആദ്യം എഴുതി കൊടുക്കുക. നിങ്ങൾക്ക് അറിയാലോ, ഫസ്റ്റ് പസഫിക് ആണ്, സെക്കൻഡ് വരുന്നത് അറ്റ്ലാന്റിക് ആണ്, തേർഡ് ഇന്ത്യൻ ഓഷ്യൻ ആണ്, ഫോർത്ത് സദേൺ ഓഷ്യൻ ആണ്, ഫിഫ്ത്ത് ആർട്ടിക് ഓഷ്യൻ ആണ്. ഇനി നമുക്ക് പസഫിക് ഓഷ്യൻ്റെ നോക്കുകയാണെങ്കിൽ ആഴം കൂടിയ ഭാഗം മറിയാന ട്രെഞ്ച്, ചലഞ്ചർ ഡീപ്പ്, ഹവായി, ഗാലപ്പഗോസ് ഒക്കെ ദ്വീപുകൾ അവിടെ ഉണ്ട്. രണ്ടാമത് അറ്റ്ലാന്റിക് ആണ്. അറ്റ്ലാന്റിക്കിലെ ഡീപ്പസ്റ്റ് പറയുന്നത് പ്യൂട്ടോറിക്ക ട്രെഞ്ച്, മിൽവോക്കി ഡീപ്പ്. ഐസ്ലാൻഡ്, അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഐൽസ്, അസോറസ് ഒക്കെ അതിലെ മേജർ ഐലൻഡുകളാണ്. ഇന്ത്യൻ ഓഷ്യൻ ആണെങ്കിൽ ജാവ ട്രെഞ്ച്, മഡഗാസ്കർ, ശ്രീലങ്ക, മാൽദീവ്സ് ദ്വീപുകളാണ്. അതുപോലെ തന്നെ ആൻഡമാൻ നിക്കോബാർ ഒക്കെ എഴുതാം കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഫോർത്ത് സദേൺ ഓഷ്യൻ ആണ്. സൗത്ത് സാൻഡ്വിച്ച് ട്രെഞ്ച് ആണ് ഡീപ്പസ്റ്റ് വരിക. ഐലൻഡ് സൗത്ത് ജോർജിയ, സൗത്ത് ഓക്നി ഐലൻഡുകളൊക്കെ ഉണ്ട് അവിടെ. നിങ്ങൾക്ക് അതിൽ കൊടുത്തിരിക്കുന്നത് എഴുതാട്ടോ. ഹേർഡ് നമ്മൾ സദേൺ ഓഷ്യൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഡോളമാൻ ആൻഡ് ഹേർഡ് വരുന്നുണ്ട് സദേൺ ഓഷ്യനിൽ. ഇതാ ഡോളമാനും അതുപോലെ ഡോളമാൻ ഹേർഡ് എന്ന് പറഞ്ഞ രണ്ട് ഐലൻഡുകളും കൂടി ഉണ്ട്. അതുകൂടി നിങ്ങൾ എഴുതിക്കോളൂ എന്ന് കരുതി എഴുതിയത് തെറ്റാന്ന് പറയരുത്. കുറേ ഐലൻഡുകൾ ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അടുത്തത് ആർട്ടിക് ഫിഫ്ത്ത് ലാർജസ്റ്റ് ആണ്. മോളോയി ഡീപ്പാണ് ഏറ്റവും ഡീപ്പസ്റ്റ് പോയിന്റ് വരിക. നെക്സ്റ്റ് ഓഷ്യൻ്റെ മൂവ്മെൻറ്റുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ തിരമാലകൾ കണ്ടിട്ടില്ലേ, വേവ്സ്. ഇനി വേവ്സിനെ കുറിച്ച് നോക്കാം. എന്താണ് വേവ്സ്? വാട്ട് ആർ വേവ്സ്? വേവ്സ് ആർ മൂവ്മെൻറ്റ്സ് ക്രിയേറ്റഡ് ബൈ ദ വിൻഡ് ഓൺ ദ സർഫസ് ഓഫ് ദ ഓഷ്യൻ. കാറ്റ് ഓഷ്യൻ്റെ സർഫസിൽ സൃഷ്ടിക്കുന്ന മൂവ്മെൻറ്റുകളാണ് തിരമാലകൾ കേട്ടോ. ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ വരിക. ദ എനർജി ഫ്ലോ ജനറേറ്റഡ് ബൈ ദ വിൻഡ് ക്രിയേറ്റ്സ് അപ്സ് ആൻഡ് ഡൗൺസ് ഓൺ ദ സർഫസ് ഓഫ് ദ സീ. വേവ്സ് ആർ യൂഷ്വലി ഫോംഡ് വെൻ ദ വിൻഡ് ബ്ലോസ് ഓവർ ദ സർഫസ് ഓഫ് ദ വാട്ടർ. അപ്പോൾ ഈ കാറ്റ് അടിക്കുമ്പോഴാണ് തിരമാലകൾ ഉണ്ടാകുക. കണ്ടിന്യൂസ് ആയിട്ട് അപ്സ് ആൻഡ് ഡൗൺസ് ഓഷ്യന് ഉണ്ടാവും. അതാണ് വേവ്സ് എന്ന് പറഞ്ഞാൽ. The size of the waves increases with respect to the increase in the speed of the wind. കാറ്റിൻ്റെ ശക്തി അനുസരിച്ച് അതിൻ്റെ സൈസ് ഇങ്ങനെ കൂടിയും കുറഞ്ഞു ഇരിക്കും. അതുപോലെ തന്നെ അടുത്തത് ഓഷ്യൻ കറണ്ടുകൾ എന്താണെന്നുള്ളതാണ്. ഇൻ അഡീഷൻ ടു വേവ്സ്, ഓഷ്യൻ വാട്ടർ മൂവ്മെൻറ്റ്സ് ഇൻക്ലൂഡ് ഹൈ ടൈഡ്സ്, ലോ ടൈഡ്സ് ആൻഡ് ഓഷ്യൻ കറണ്ട്സും കൂടി അവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഹൈ ടൈഡും ലോ ടൈഡ് എന്താണെന്ന് ആദ്യം പറയാം. Are phenomena of rising and falling of sea level at fixed intervals. The rise in the sea level is അപ്പോൾ ഇത് സീ ലെവൽ കൂടി വരികയാണെങ്കിൽ അതിനെ ഹൈ ടൈഡ് എന്നും അത് കുറഞ്ഞു വരികയാണെങ്കിൽ അതിനെ ലോ ടൈഡ് എന്നും പറയും നമ്മൾ. ഇനി അടുത്തത് നമ്മൾ ഓഷ്യൻ കറണ്ട് എന്താണെന്ന് പറയാം. റിവേഴ്സ് ഫ്ലോയിങ് ത്രൂ ദ ഓഷ്യൻ. ശരിക്കും പറഞ്ഞാൽ സമുദ്രത്തിൻ്റെ ഉള്ളിലൂടെ നദികൾ ഒഴുകുന്നത് പോലെയാണ് ഓഷ്യൻ കറണ്ട്സിൻ്റെ മൂവ്മെൻറ്റ് വരിക. സോ അതിൻ്റെ ഡെഫിനിഷൻ ഇതാണ്. Like rivers, water in the ocean is flowing through it for several kilometers. Definition: ocean current is a phenomenon by which water flows through the ocean in a fixed direction through a fixed path. Such currents are in all the ocean. ഇങ്ങനെയുള്ള കറണ്ട്സ് എല്ലാവിടെയും ഉണ്ടായിരിക്കും. സമുദ്രജല പ്രവാഹങ്ങൾ എന്നാണ് ഇവരെ പറയുക. നമുക്ക് നോക്കാം. ഈ ഒരു ഓഷ്യൻ മൂവ്മെൻറ്റ്സിൽ ആദ്യം വേവ്സ് ആണ് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത്. വേവ്സ് എന്താ? മൂവ്മെൻറ്റ്സ് ക്രിയേറ്റഡ് ബൈ ദ വിൻഡ് ഓൺ ദ സർഫസ് ഓഫ് ദ ഓഷ്യൻ. ഹൈ ടൈഡ് ആൻഡ് ലോ ടൈഡിൻ്റെ ഡെഫിനിഷനാണ് ഈ താഴെ തന്നിരിക്കുന്നത്. The gravitational force of the sun and the moon and the centrifugal force result in the rise and fall of the sea level that are called high tide and low tide. അടുത്തത് ഓഷ്യൻ കറണ്ട്സ് ആണ് ഫില്ല് ചെയ്യേണ്ടത് നിങ്ങൾ. ഓഷ്യൻ കറണ്ട്സിൻ്റെ ഡെഫിനിഷനാണ് ഞാൻ താഴെ തന്നിരിക്കുന്നത്, അത് എഴുതുക. Ocean currents are phenomena by which water flows through a fixed channel continuously. Factors such as wind, variations in the temperature and salinity of the ocean, and the rotation of the earth are some of the reasons that influence ocean currents.
അടുത്തത് നമ്മുടെ ചോദ്യം ഇതാണ്, ഈ ഒരു സീ വാട്ടർ കടൽ വെള്ളം എന്തുകൊണ്ടാണ് ഉപ്പ് സോൾട്ടി ആയിട്ടിരിക്കുന്നത്? അതിൻ്റെ ആൻസർ ആണ് mineral salts are dissolved in water from all sources, but the amount of salt in seawater is comparatively high. That is why seawater remains salty. Salinity is the total amount of all the mineral salts dissolved in water. അടുത്തത് ഓഷ്യൻസ് ആൻഡ് ഹ്യൂമൻ ബീങ്സും തമ്മിലുള്ള ഒരു കണക്ഷൻ ആണ്. സോ ഓഷ്യൻസ് ആർ ദ സോഴ്സസ് ഓഫ് പ്രഷ്യസ് റിസോഴ്സസ്. ഹൗ ഡു ഓഷ്യൻസ് ഇൻഫ്ലുവൻസ് അവർ ലൈഫ്സ്? സോ നോക്കൂ, ഓഷ്യൻസ് റെഗുലേറ്റ് ദ ക്ലൈമറ്റ് റെഗുലേറ്റ് ചെയ്യണു, റിസോഴ്സസ് ഉണ്ട്, ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നുണ്ട് അല്ലേ, അതുപോലെ ഫുഡ് ആൻഡ് റീക്രിയേഷൻ, ബയോഡൈവേഴ്സിറ്റി റിച്ച് ആണ്. അപ്പോൾ ഇത്രയും നിങ്ങൾ അതിൽ എഴുതുക. നെക്സ്റ്റ്, human beings have depended on oceans for their livelihood since ancient times. Along with seafood, oceans provide other resources as well. Maritime transportation helps in maintaining international trade. The oceans plays a significant role in regulating global warming and producing oxygen. Coast are also popular tourist destination. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ആ ഓഷ്യൻസിൻ്റെ കാര്യങ്ങൾ എഴുതുകയാണെങ്കിൽ ഇത് എഴുതാവുന്നതാണ് കേട്ടോ. നെക്സ്റ്റ്, ഓഷ്യൻ പൊല്യൂഷൻ. ഈ പ്ലാസ്റ്റിക് ഇടുന്നതും ഷിപ്പിൽ നിന്നുള്ള പുകയും എല്ലാം എന്ത് തന്നെയാണ്? ഓഷ്യൻ മലിനീകരിക്കുക, സമുദ്ര മലിനീകരണമാണ് നടക്കുന്നത്. പ്ലാസ്റ്റിക് വലിച്ചെറിയുക, ഫാക്ടറിയിൽ നിന്നുള്ള വേസ്റ്റ്, ഇതെല്ലാം അല്ലേ. സോ ഓഷ്യൻസ് ഫേസ് സെവറൽ ചലഞ്ചസ്. പൊല്യൂഷൻ ഇസ് ദ ഗ്രേറ്റസ്റ്റ് ഇഷ്യൂ. Dumping of chemicals and other dangerous substances are a threat to the marine ecosystem. Not only oceans but also freshwater sources like rivers, lakes, etc. are affected by pollution. അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് ഓഷ്യൻസിനെ കൺസേർവ് ചെയ്യാം? പ്രിവെൻറ്റ് പ്ലാസ്റ്റിക് കെമിക്കൽസ്, പ്ലാസ്റ്റിക്കും കെമിക്കലുകളും പ്രിവെൻറ്റ് ചെയ്യുക. കീപ് ദ കോസ്റ്റ് ഫ്രീ ഫ്രം പൊല്യൂഷൻ, തീരങ്ങളെ നമ്മൾ പൊല്യൂഷനിൽ നിന്ന് സംരക്ഷിക്കുക. ക്രിയേറ്റ് അവയർനെസ് ഓൺ ദ കൺസർവേഷൻ ഓഫ് ഓഷ്യൻ, അതൊരു അവയർനെസ് ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യിക്കുക, അവബോധം ഉണ്ടാക്കുക. കൺട്രോൾ അൺസസ്റ്റൈനബിൾ ഫിഷിംഗ്, പ്രിസർവ് ദ മറൈൻ എക്കോസിസ്റ്റം. ഇനി നമുക്ക് പ്രിപ്പയർ തീം സോങ്സ് റിലേറ്റഡ് ടു വാട്ടർ കൺസർവേഷൻ ആണ്. The value of water. Water is a precious limited resource essential for all life. Simple actions makes a big difference. Mention small daily habits like turning off the tap while brushing teeth or fixing leaks. Future depends on it. Conserving water is crucial for upcoming generations and protecting the environment. Practical methods. Incorporate ideas like rainwater harvesting, using buckets instead of hoses, and water recycling. Call to action. Encourage others to join the efforts to save water and protect water bodies from pollution. We have learnt about oceans and their characteristics. It is essential to conserve the marine ecosystem, which is home to a great variety of animals and plants ranging from microorganisms to blue whale. നിങ്ങൾക്കറിയാം, ഏറ്റവും കുഞ്ഞു മൈക്രോ ഓർഗാനിസം തൊട്ട് വലിയ നീലത്തിമിംഗലം വരെ അവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഒരിക്കലും അത് പൊല്യൂട്ട് ചെയ്യാതിരിക്കുക. മിസ്യൂസ് ഓഫ് വാട്ടർ ആൻഡ് ഇറ്റ്സ് പൊല്യൂഷൻ ഈസ് എ ത്രെറ്റ് ടു ദ എക്സിസ്റ്റൻസ് ഓഫ് ലൈഫ് ഓൺ ദ എർത്ത്. അപ്പം നമ്മൾ ഈ വെള്ളം പൊല്യൂട്ട് ചെയ്താൽ നമ്മുടെ ഭൂമിക്ക് തന്നെ എന്താണ്, ഭൂമിയിലെ ജീവജാലങ്ങൾക്കെല്ലാം അത് നെഗറ്റീവായിട്ടേ വരുള്ളൂ. Therefore, let's join hands for water conservation. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് കൊണ്ട് വെള്ളത്തെ കൺസേർവ് ചെയ്യുക. ലെറ്റ് ദി എർത്ത് കണ്ടിന്യൂ ആസ് വാട്ടറി പ്ലാനറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വാച്ച് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.